അമ്മ വിളിച്ചപ്പോ ഞാൻ അടുക്കളയിലായിരുന്നു അമ്മ. ഓ, ഞാൻ ഇവിടെ വെറുതെ അല്ല നിക്കണത്. ജോലി ചെയ്ത് എന്റെ പിണ്ടം പരിപ്പ് ഇളകി. അയ്യോ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാത്തതല്ല. എന്റെ ജോലി ഒതുങ്ങണ്ടേ, ഇതെല്ലാം ഒതുങ്ങിയാലല്ലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ നിൽക്കണമെന്നും പറഞ്ഞ് എല്ലാവരും വിചാരം ചുമ്മാ ഇവിടെ ഇരുന്ന് സുഖിക്കുകയല്ലേ, ജോലിക്കും കൂലിക്കും പോവാതെ. വീട്ടിലുള്ള കാര്യമല്ല പലവർക്കും അറിയണം. രാവിലെ എണീറ്റ് ഉടനെ തുടങ്ങും. രാവിലെ നേരെ എണീറ്റ് ചായ ഇടണം. ചായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാവ് കലക്കി ദോശ ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അവിടെ എല്ലാം തുടച്ചിടണം, പിള്ളേരെ വിടണം. പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും ഇനി വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇവിടെ കാലിൻ്റെ മീതെ കാല് വിട്ടങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, പിന്നെ ചോറും കറി ആര് വയ്ക്കും? ആരെങ്കിലും വയ്ക്കുമോ? ഇല്ല. ചോറും കറിയും എല്ലാം വെച്ച് പപ്പടവും പൊരിച്ച് കാച്ചി പറക്കി കഴിയുമ്പോൾ 1 മണിയാവും. 1 മണി കഴിഞ്ഞ് പിന്നെ പിള്ളേരെ വിളിക്കാൻ പോകണം. പിള്ളേരെ വിളിച്ച് വരുമ്പോൾ പിന്നെ ആ പിള്ളേർക്ക് ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെയൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ വിചാരിക്കും ഇവിടെ ചുമ്മാ ഇവിടെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കാണ് അവിടെ ജോലിയും കൂലി ഇല്ലാതെ ഇരിക്കുന്നത്. ചുമ്മാ എന്നെ വിളിച്ച് ഓരോ കുറ്റം പറയാനാണെങ്കിൽ എന്നെ വിളിക്കരുത്. അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നാൽ പടി. ഞാനും അങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ. ഇത് എന്നെ വിളിച്ച് അതെടുത്താൽ ഇതെടുത്താൽ അങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുത്താൽ അങ്ങനെ ചെയ്താൽ ഇത് ചെയ്തില്ലേ, ഇതെന്ത് വെക്കാത്തത്, കറി എന്ത് വെക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പം നട്ട് വെയിലത്താണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമോ അമ്മ? നട്ട് വെയിലത്ത് എന്തിനു നിൽക്കണം? തുണികൾ വിരിക്കാൻ കയറിയത് ഇരുന്നിരുന്നത് ഇന്നാണെന്ന് വെയിൽ വന്നത്. വെയിലാണെങ്കിൽ നല്ല അടിപൊളി വെയിലും. അപ്പോൾ പിന്നെ തുണി വിരിക്കാനും പറഞ്ഞ് മേളിൽ കയറണേൻ്റെ ഇടയിലാണ് അമ്മയെ വിളിക്കുന്നത്. അതിനിടയിൽ അമ്മ വിളിച്ചും എല്ലാവരും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്.